എ വിജയരാഘവൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബഹുജന പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഇതിൻ്റെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ അനിശ്ചിതകാലം പ്രക്ഷോഭ സമരം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഈ സമരം വ്യാപിച്ചിരിക്കുകയാണ്. കൃഷിക്കാർ എന്നത് ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്തുള്ള കൃഷിക്കാരല്ല ഇന്ത്യൻ കർഷകർ. എന്തുകൊണ്ടെന്നാൽ രാജ്യത്തിൻ്റെ 60% വരുന്ന ജനങ്ങളുടെ ജീവിതം പൂർണ്ണമായും കാർഷിക സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇന്ത്യ എന്ന പ്രത്യേകത ഇന്ത്യക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. വികസിത മുതലാളിത്ത രാജ്യങ്ങൾ സാധാരണഗതിയിൽ 4-5% മാത്രം കർഷകരുള്ള സമൂഹമാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഏതാണ്ട് 100 കോടിയോളം ആളുകൾ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല എന്ന നിലയ്ക്ക് കാർഷിക രംഗത്തെ ഏത് പരിഷ്കരണവും ഈ മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാക്കുന്ന പ്രതിഫലനം കൂടി പരിശോധിച്ചുകൊണ്ട് മാത്രമേ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും പാടുള്ളൂ. ഇവിടെ BJPയുടെ കേന്ദ്ര സർക്കാർ രാജ്യത്തെക്കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ ആലോചിക്കാതെ പൂർണ്ണമായ കോർപ്പറേറ്റ് താല്പര്യങ്ങളെ മാത്രം മുന്നിൽ കണ്ട് കാർഷിക രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നിയമനിർമ്മാണം നടത്തിയിരിക്കുകയാണ്. ഇതിന് സമാനമായ അനുഭവങ്ങൾ അപൂർവമായി മാത്രമേ ഇന്ത്യൻ ജീവിതത്തിലുള്ളൂ. ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ മാത്രമാണ് ഇന്ത്യൻ കാർഷിക ഘടനയുടെ നിലനിൽപ്പ് അവതാളത്തിലാക്കിയ അപകടകരമായ കാർഷിക പരിഷ്കരണം നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ബ്രിട്ടീഷുകാർ 2 തരത്തിൽ ഇന്ത്യൻ കാർഷിക ഘടനയെ തകർത്തു. ഒന്നാമതായിട്ട് അവർ ഇന്ത്യയിലെ ഭൂബന്ധങ്ങളിലെ ജന്മി മേധാവിത്വത്തിന് നിയമാനുസൃത അംഗീകാരം നൽകി. രണ്ടാമതായിട്ട് അവർ ഇന്ത്യയുടെ കാർഷിക മുൻഗണനകൾക്ക് ബ്രിട്ടീഷ് താല്പര്യത്തിന് അനുയോജ്യമായ തരത്തിലുള്ള മാറ്റം വരുത്തി. രണ്ടും ചേർന്നപ്പോൾ ഇന്ത്യ അനുഭവിച്ചത് എന്താ? ആയിരക്കണക്കിന് കൊല്ലത്തെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ക്ഷാമം ഇന്ത്യയിലുണ്ടായി. ഭക്ഷ്യസാധനങ്ങളില്ലാതായി. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഭക്ഷണം കിട്ടാതെ മരിച്ചു. അതാണ് ചരിത്രാനുഭവം. നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യബോധമില്ലാത്ത പരിഷ്കരണം നടത്തിയാൽ അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതം വലിയ തോതിലുള്ള ക്ഷാമവും പട്ടിണി മരണവും ആകും എന്ന് മനസ്സിലാക്കാൻ വെള്ളക്കാർക്ക് സാധിച്ചില്ല. അതിൻ്റെ പ്രയാസം നാട് അനുഭവിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്ത്യൻ കർഷകൻ അഗാധമായ പ്രതിസന്ധി ചെന്നെത്തിയത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത മഹാത്മജിയോട് ഗോപാലകൃഷ്ണ ഗോഖലെ ആദ്യം ആവശ്യപ്പെട്ടത് ഇന്ത്യയിലെ കൃഷിക്കാരൻ്റെ ജീവിതം പഠിക്കാനാണ്. ചമ്പാരനിലെ കർഷക സമരമാണ് ഗാന്ധി ആദ്യം നയിച്ചത്.
ബർദോളിയിലെ കാർഷിക പ്രക്ഷോഭത്തിനാണ് ദേശീയ പ്രസ്ഥാനം നേതൃത്വം നൽകിയത്. അപ്പോൾ കർഷകരുടെ വിഷയങ്ങൾ ശ്രദ്ധിക്കാതെ ദേശീയ പ്രസ്ഥാനം വളരില്ല എന്നൊരു തിരിച്ചറിവ് ഗാന്ധിക്കുണ്ടായിരുന്നു. ഒന്നാമത്തെ ദേശീയ പ്രശ്നമായി കാർഷിക പ്രശ്നത്തെ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വച്ചു. സമഗ്രമായ കാർഷിക പരിഷ്കരണവും കർഷക താല്പര്യത്തെ ഉയർത്തുന്ന മറ്റിതര പരിഷ്കാര പ്രവർത്തനങ്ങളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ മുഖ്യ ചുമതലയായി ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വരുന്നത്. അതിൻ്റെ പ്രയോഗത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൽ ഒരു ഭാഗം നടപ്പിലാക്കുകയും ഒരു ഭാഗം നടപ്പിലാക്കാതിരിക്കുകയുമാണ് നമ്മുടെ ഭരണകർത്താക്കൾ ചെയ്തത്. സമഗ്രമായ കാർഷിക പരിഷ്കരണം എന്ന ഭാഗം കേരളം ഒഴികെ പിന്നീട് ഇടതുപക്ഷം അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങളിലൊഴികെ വേറെ എവിടെയും നടന്നില്ല. എന്നാൽ ഇന്ത്യൻ കാർഷിക സമ്പദ്ഘടന ധനിക കൃഷിക്കാർക്ക് മുൻകൈയുള്ളതാണെങ്കിൽ പോലും വളരെ മൗലികമായ മാറ്റങ്ങൾക്ക് വിധേയമായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ആധുനിക കൃഷി സമ്പ്രദായത്തെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞു. ഭക്ഷ്യ സ്വയം പര്യാപ്തത സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യത്തെ 2 ദശാബ്ദം കൊണ്ട് നാം പൂർത്തീകരിച്ചു. ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, 2ാം ലോകമഹായുദ്ധത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ എല്ലാ കോളനി രാജ്യങ്ങൾക്കും വേണ്ടി കാർഷിക വിദഗ്ധന്മാരെ, ഇന്ത്യൻ ആധുനിക കൃഷി സമ്പ്രദായങ്ങളെ ഇന്ത്യ രൂപപ്പെടുത്തി. അങ്ങനെ നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടി. ഏറ്റവും വലിയ സംഭവമാണ്. 130 കോടി ജനങ്ങൾക്ക് ആവശ്യത്തിൽ അധികം ഭക്ഷ്യധാന്യങ്ങളും കാർഷിക വിഭവങ്ങളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന, പച്ചക്കറികളും പഴങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളാണ്. പയറുവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളാണ്. അരി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളാണ്. ഗോതമ്പിൽ 2ാം സ്ഥാനത്ത് നമ്മളാണ്. വലിയ കുതിച്ചുചാട്ടമാണ് ഭക്ഷ്യോൽപാദന മേഖലയിൽ നാം നടത്തിയത്. ലോകത്തിലെ മുതലാളിത്തത്തിൻ്റെ, സാമ്രാജ്യത്വത്തിൻ്റെ, കോർപ്പറേറ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത തകർക്കലാണ്. അതൊരു WTO കാഴ്ചപ്പാടാണ്. കാരണം ഇന്ത്യൻ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ അടിത്തറ വലിയൊരളവ് ചെറുകിട കൃഷിക്കാരാണ്. ആ ചെറുകിട കൃഷിക്കാരൻ്റെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം കൂടി വരുമ്പോഴാണ്, അവൻ്റെ മിച്ച ഉൽപ്പാദനം കൂടി വരുമ്പോഴാണ് നമ്മളുടെ രാജ്യം സ്വയം സമ്പൂർണ്ണമാകുന്നത്. അവരുടെ ജീവിതം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത്, ലോകത്തെ ഈ ഭക്ഷ്യ കോർപ്പറേറ്റുകൾക്ക് ഈ വലിയ ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കിട്ടുന്നില്ല. WTO ചർച്ചകളിൽ മുഴുവൻ നടന്ന ചർച്ചകൾ എന്താ? ഇന്ത്യയിലെ കൃഷിക്കാരൻ്റെ പ്രാഥമിക ആനുകൂല്യങ്ങൾ നിഷേധിക്കാനുള്ള നിർബന്ധ ബുദ്ധിയാണ് വികസിത മുതലാളിത്ത രാജ്യങ്ങളും കോർപ്പറേറ്റുകളും WTO ചർച്ചാവേദികളിൽ നിരന്തരം ഉയർത്തിക്കൊണ്ടുവന്നത്. വിവിധ സ്ഥലങ്ങളിൽ നടന്ന ചർച്ചകളിൽ ആ സംവാദങ്ങൾ നടന്നു. പക്ഷേ കർഷക താല്പര്യങ്ങൾ പൂർണ്ണമായി നിഷേധിക്കാൻ രാഷ്ട്രീയ കാരണങ്ങളാൽ ഇന്ത്യൻ ഭരണവർഗം തയ്യാറായിട്ടില്ല. ഇടതുപക്ഷം കൂടി പിന്തുണ കൊടുത്ത് അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റുകൾ നിലനിന്നപ്പോൾ കർഷക താല്പര്യങ്ങൾ ലോകവേദികളിൽ, WTOയിൽ പരിപൂർണമായി സംരക്ഷിക്കാനുള്ള നിർബന്ധ ബുദ്ധി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായി. ഇപ്പം സംഭവിച്ചിരിക്കുന്നത്
BJPക്ക് ഒറ്റയ്ക്ക് അധികാരം കിട്ടിയാലുള്ള ദുരന്തം എന്താണ് എന്ന് ഈ നാട് തിരിച്ചറിയുന്നതാണ്. BJPക്ക് അധികാരം കിട്ടിയതോടുകൂടി കർഷക താല്പര്യത്തിന്റെ മുകളിൽ കോർപ്പറേറ്റ് താല്പര്യം വന്നു. രാജ്യ താല്പര്യത്തിന്റെ മുകളിൽ സാമ്രാജ്യത്വ താല്പര്യം വന്നു. വാക്കും പ്രവൃത്തിയും തമ്മിൽ സംഘപരിവാറിന് യാതൊരു ബന്ധവുമില്ല. രണ്ടും രണ്ടാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു. ഇപ്പൊ ഈ കോവിഡ് കാലത്ത് തിരക്ക് പിടിച്ച് പാർലമെന്റിനെ നിശബ്ദമാക്കി ഈ നിയമങ്ങൾ, തൊഴിലാളി വിരുദ്ധ നിയമങ്ങളും കർഷക വിരുദ്ധ നിയമങ്ങളും ഇലക്ട്രിസിറ്റി ബില്ലും ഒക്കെ പാസ്സാക്കേണ്ട കാര്യം എന്താ? ആരുടെ താല്പര്യമാണ്? ആരുടെ സമ്മർദ്ദമാണ്? ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യയിലെ കർഷകന്റെ പ്രയാസം ഇവര് പരിഗണിച്ചോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം കൊണ്ടുണ്ടായ കർഷക ഉണർവ്, കർഷകന്റെ രോഷം ആ നിലയിലാണോ ഇത്? സാമ്പത്തിക ഉദാരവൽക്കരണം നടപ്പിലാക്കി കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് നമ്മുടെ കാർഷിക രംഗത്ത് സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരായി വലിയ ബഹുജനാഭിപ്രായം കൃഷിക്കാർക്കിടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. പ്രാദേശികമായ കർഷക പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നു. പല സന്ദർഭങ്ങളിൽ നമ്മളത് കണ്ടു. കൃഷിക്കാർ കാർഷിക ഉൽപ്പന്നങ്ങൾ തെരുവിലിട്ട് കത്തിച്ചു. ചില കാർഷിക ഉൽപ്പന്നങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. പാൽ ഉൽപ്പന്നങ്ങൾ തെരുവിൽ കൊണ്ടുപോയി കളഞ്ഞു. മഹാരാഷ്ട്രയിൽ, മധ്യപ്രദേശിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ പല സംസ്ഥാനങ്ങളിലും കൃഷിക്കാരന്റെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല. കാർഷിക ചിലവുകൾ വർദ്ധിക്കുന്നു. കൃഷിക്കാരന് വ്യവസ്ഥാപിത സ്ഥാപനങ്ങളിൽ നിന്ന് സഹായങ്ങൾ കിട്ടുന്നില്ല. വലിയ പലിശയ്ക്ക് ഉണ്ടിയക്കാരിൽ നിന്ന് കടം വാങ്ങേണ്ടി വരുന്നു. കൃഷിക്കാരന്റെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഒരു സന്ദർഭത്തിലും ഈ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ ഉറപ്പിച്ചു നിർത്തിയില്ല. ഫലം ലക്ഷക്കണക്കിന് കൃഷിക്കാരൻ കൃഷി ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. 4 ലക്ഷത്തോളം കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. വലിയ തകർച്ചയാണ് ഇന്ത്യൻ കാർഷിക മേഖല നേരിട്ട്. അങ്ങനെ ഓരോ ദിവസവും തകർച്ച നേരിട്ട് കൃഷി നഷ്ടമായി, കൃഷിഭൂമി നഷ്ടമായി, നാട് വിടേണ്ടി വന്ന, ജീവിത സൗകര്യങ്ങൾ നിഷേധിക്കേണ്ടി വന്ന കൃഷിക്കാരന് ഏറ്റവും അവസാനം പടിപടിയായുള്ള ഈ വഞ്ചനയുടെ പരമോന്നത രൂപം എന്നുള്ള നിലയ്ക്ക് എന്നേക്കുമായി ഭൂമി ഉപേക്ഷിച്ചു പോകാൻ അവനോട് ആജ്ഞാപിക്കുന്ന നയമാണ് ഈ നിയമങ്ങളിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ നടപ്പിലാക്കിയത്. കൃഷിക്കാരുടെ വലിയ സമരത്തിലൂടെയാണ് അവർക്ക് തറവില പ്രഖ്യാപിച്ച് കിട്ടിയത്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് കർഷക സമരത്തിന്റെ ഉൽപ്പന്നമായിരുന്നു. ഇപ്പൊ എവിടെ എത്തി? ഇപ്പോ കാർഷിക മേഖലയുടെ നിയന്ത്രണം പൂർണ്ണമായി ഗവൺമെന്റ് ഉപേക്ഷിച്ച് കമ്പോള ശക്തികൾക്ക് കൃഷിക്കാരെ എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. കമ്പോളം തീരുമാനിക്കട്ടെ. എന്താണ് കമ്പോളം തീരുമാനിക്കുന്നത്? ഇന്ത്യയിലെ സാധാരണക്കാരന് ഭക്ഷ്യധാന്യം കിട്ടുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം തീരുമാനിക്കേണ്ടത് ഇന്ത്യക്ക് പുറത്തുള്ള കോർപ്പറേറ്റ് മുതലാളിയാണോ? എത്ര ആപത്കരമായ ഒരു നിലപാടാണ് ഇപ്പോൾ നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യത്തിന്റെ
വിതരണ അവകാശം, അതിൻ്റെ നിയന്ത്രണം എല്ലാം കോർപ്പറേറ്റ് മുതലാളിക്ക്. നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ വില നിശ്ചയിക്കാനുള്ള അവകാശം കോർപ്പറേറ്റ് മുതലാളിക്ക്. പൊതുവിതരണ സമ്പ്രദായം ഉണ്ടാവില്ല. എവിടെ എത്താൻ പോകുന്നത്? ഒരു കാര്യം കൂടി കൂട്ടി വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. 1970 മുതൽ കഴിഞ്ഞ 50 കൊല്ലക്കാലം ലോകത്ത്, വിശേഷിച്ച് ഇന്ത്യയിൽ, വലിയ തോതിൽ വില വർദ്ധിക്കാത്ത ഒരു ഘടകമാണ് ഭക്ഷ്യധാന്യ മേഖല. എന്തുകൊണ്ടാണ് വില വർദ്ധിക്കാത്തത്? വലിയ തോതിലുള്ള ഗവൺമെന്റ് സബ്സിഡികൾ ഈ മേഖലയിൽ നൽകിക്കൊണ്ടാണ്. അപ്പോൾ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ്. സാധാരണഗതിയിൽ കൃഷിഭൂമി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനങ്ങളുമായി കൂടി ബന്ധപ്പെട്ടതാണ്. അവർക്ക് അധികാരമുള്ളതാണ്. അവിടേക്കാണ് ഒരു കൈയിപ്പോൾ എല്ലാ ഫെഡറൽ അവകാശങ്ങളിലും കൈവെക്കുന്നത് പോലെ BJP കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ കൈവച്ചത്. നമ്മുടെ സംസ്ഥാനം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നെൽകൃഷിയിൽ വലിയ വർധനമുണ്ടായി. ഇവിടെ ഭക്ഷ്യധാന്യ കൃഷി ഉപേക്ഷിച്ച് പോകുന്നത് മാറി. 25% വർധനമുണ്ടായി ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ. എന്താ അതിന്റെ കാരണം? ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങളുടെ അളവിൽ വൻ വർധനമുണ്ടാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറായി. വിത്തും വളവും സൗജന്യമായി നൽകാൻ തുടങ്ങി. കൃഷിക്കാരന് ഒരു ഹുണ്ടിയക്കാരൻ്റെ മുന്നിൽ പോയി കടം വാങ്ങണ്ട. അധിക ഉൽപ്പന്നം മുഴുവൻ സർക്കാർ സംഭരിക്കുന്നു. താങ്ങുവിലയുടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച താങ്ങുവിലയേക്കാൾ 40% തുക നെൽകൃഷിക്കാരന് നൽകുന്നു ഗവൺമെന്റ്. കാർഷിക ഉൽപാദനത്തിന്റെ തുടക്കം മുതൽ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ ആനുകൂല്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നതുകൊണ്ട് തന്നെ കൃഷി ഉപേക്ഷിച്ചു പോയ ധാരാളം ആളുകൾ കാർഷിക വൃത്തിയിലേക്ക് തിരിച്ചു വന്നു. മാത്രമല്ല, നമ്മുടെ കാർഷിക മേഖലയിൽ പച്ചക്കറിക്ക് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി താങ്ങുവില പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തന രീതി കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ കർഷക താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുകയാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് കൃഷിക്കാരനെ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി പറിച്ചു മാറ്റി കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അവകാശം പൂർണ്ണമായി കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്ന കോർപ്പറേറ്റ് കൃഷി സമ്പ്രദായത്തിലേക്കുള്ള ഒരു പരിവർത്തനം ഇവർ നടത്തുകയാണ്. ചെറിയ കാര്യമായിട്ട് കാണണ്ട. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ലോകത്തെ ഏറ്റവും കൂടുതൽ വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ലോകത്തെ ഏറ്റവും കുറവ് വാഴപ്പഴം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. കാരണം നമ്മൾ കഴിച്ചിട്ട് പിന്നെ ബാക്കിയില്ല, അല്ലെങ്കിൽ ആ അളവിൽ നമുക്ക് തികയില്ല. എന്നാൽ WTO രൂപീകരിച്ചപ്പോൾ ആദ്യം WTOയിൽ വന്ന കേസ് ഒരു വാഴപ്പഴ കേസായിരുന്നു. WTOയിൽ വന്ന ആദ്യ തർക്കങ്ങളിലൊന്നായിരുന്നു അത്. ഫ്രഞ്ച് കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാഴപ്പഴവും ലാറ്റിൻ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാഴപ്പഴവും ലോക മാർക്കറ്റിൽ വരുന്നത് സംബന്ധിച്ചുള്ള ഒരു കേസായിരുന്നു. കേസിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അന്ന് വെളിവാക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. ലോക കമ്പോളത്തിൽ എത്തുന്ന വാഴപ്പഴത്തിന്റെ 25% ഒരു അമേരിക്കൻ ഡ്രോപ്പ് ഔട്ട്, 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരു അമേരിക്കൻ മുതലാളിയുടെ കമ്പനിയാണ് ലോക കമ്പോളത്തിലെ വാഴപ്പഴത്തിന്റെ 4/1 നിയന്ത്രിക്കുന്നത്. ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭാവനകൾ നൽകുന്നത്. കോർപ്പറേറ്റുകളുടെ കരുത്ത് എത്രയുണ്ട് നമ്മുടെ കാർഷിക മേഖലയിൽ എന്നതിൻ്റെ തെളിവാണ്. അതിപ്പോൾ ഭക്ഷ്യധാന്യ മേഖലയിൽ അത് കാണാൻ കഴിയും, നമ്മുടെ പരുത്തി ഉൽപ്പാദനത്തിൽ കാണാൻ കഴിയും. ഇതൊക്കെ പൂർണ്ണമായി കോർപ്പറേറ്റ് നിയന്ത്രണത്തിലുള്ളതാണ്. ഇന്ത്യയിലെ കൃഷി ചെയ്യാനുള്ള എല്ലാ സൗകര്യവും അവർക്ക് മാത്രം എന്ന നിലയിലേക്ക് പോയാൽ ഗവൺമെന്റ് കാർഷിക മേഖലയിലേക്ക് നീക്കിവെക്കുന്ന നീക്കിയിരിപ്പ് മുഴുവൻ കോർപ്പറേറ്റുകളുടെ കയ്യിലെത്തും. കൃഷിക്കാരൻ എന്ത് ചെയ്യും? താങ്ങുവില ലഭിക്കാതെ ഇന്ത്യൻ കൃഷിക്കാരന് കൃഷി ചെയ്യാൻ പറ്റുമോ? താങ്ങുവിലയിൽ നിന്ന് പോയാലോ? ഗവൺമെന്റ് മാറിക്കല്ലേ.
അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ ഈ BJP ഗവൺമെന്റ് ഇക്കാര്യത്തിലെടുത്ത ഈ അവസരവാദ സമീപനം. ആര് കൃഷി ചെയ്യും, ആർക്ക് വേണ്ടി കൃഷി ചെയ്യും, ആര് സംഭരിക്കും, ആര് വിതരണം ചെയ്യും, പ്രധാനപ്പെട്ട വിഷയമല്ലേ. എങ്ങനെ ജനങ്ങളിലേക്ക് എത്തും? ഗവൺമെന്റ് കമ്പോളത്തിന് കൃഷിയെ വിട്ടുകൊടുക്കുമ്പോൾ വലിയൊരു ചതി അതിൽ കിടക്കുകയാണ്. അതിനോട് താരതമ്യം ചെയ്യാവുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ നിന്ന് ഗവൺമെന്റ് ഒന്ന് വഴി മാറി കമ്പനികൾക്ക് മാത്രം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ രാജ്യത്തുണ്ടായ അനുഭവമാണ്. കമ്പനി സർക്കാരിൻ്റെതായിട്ട് പോലും എന്താ സംഭവിച്ചത്? നേരത്തെ ഓയിൽ പൂൾ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ധനം ഉപയോഗിച്ച് പെട്രോളിയം വില നിർണയം നടത്താനും നിയന്ത്രണം നടത്താനും സർക്കാരിന് കഴിയുമായിരുന്നു. ലോക കമ്പോളത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഭാരം അതേ നിലയിൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ തലയിൽ വരുമായിരുന്നില്ല. ആരാണ് ആ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഇല്ലാതാക്കിയത്? BJP ആണ്. ഒന്നാം വാജ്പേയി ഗവൺമെന്റാണ്. അവർ പെട്രോളിയം പൂളിൽ സൂക്ഷിച്ചിരുന്ന പണമെടുത്ത് ബഡ്ജറ്റിലെ നിത്യദാന ചെലവുകളിലേക്ക് മാറ്റിമറിച്ചപ്പോൾ പെട്രോളിയം പൂൾ ഇല്ലാതായി. അതിൻ്റെ അപ്പുറത്ത് കമ്പോള ശക്തികൾക്ക് വന്നു. ഇപ്പം എന്താ സ്ഥിതി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും രാവിലെ BJPയുടെ വക ഒരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ച് കിട്ടി. എല്ലാ നിയന്ത്രണവും പോയില്ലേ? ജനങ്ങൾ കഷ്ടപ്പെടുകയല്ലേ? എപ്പോഴെങ്കിലും ഈ കേന്ദ്ര ഗവൺമെന്റ് അതിനെക്കുറിച്ച് ആലോചിച്ചോ? അതേ ദുസ്ഥിതിയിലേക്ക് അത് കേരളം അനുഭവിക്കാൻ പോകുന്ന വിഷമം എന്താ? 1977 ഏകപക്ഷ മേഖല രൂപീകരിക്കുന്നത് വരെ കേരളത്തിൽ അരി ഉണ്ടായിരുന്നോ? ഇവിടെ സമരം എന്തായിരുന്നു? അരി എവിടെ, അരി എവിടെ എന്ന സമരമായിരുന്നില്ലേ? 1977 ഏകപക്ഷ മേഖലയ്ക്ക് ശേഷമാണ് നമുക്ക് വില കൊടുത്താലെങ്കിലും അരി ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ നയത്തിന്റെ ഏറ്റവും വലിയ ഇര കേരളമാകാൻ പോവുകയാണ്. ഏറ്റവും കുറവ് ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ ഈ നയത്തിന്റെ ഏറ്റവും വലിയ പ്രയാസം ഈ കേരളമാണ് അനുഭവിക്കുക. അതുകൊണ്ട് തന്നെ ഈ നയത്തിനെതിരായ ഏറ്റവും വലിയ സമരം ഉയർന്നു വരേണ്ട ഒരു സ്ഥലവും കേരളമാണ് എന്ന് നാം മറന്നു പോകരുത്. അത് വളരെ പ്രധാനപ്പെട്ടതാ. കാരണം ഭക്ഷ്യധാന്യത്തിന്റെ നിയന്ത്രണം അവരങ്ങ് കൊണ്ടുപോകും. എവിടെ വിൽക്കണം, എവിടെ കട തുടങ്ങണം, എത്ര വില ഇടണം ഒക്കെ കോർപ്പറേറ്റ് തീരുമാനിക്കും. എവിടേക്ക് എത്തിച്ചു? എപ്പോഴെങ്കിലും ആലോചിച്ചോ? ഇതിൽ വേറൊരു ഗൂഢാലോചന എന്താ? ഓയിൽ പൂളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഉറുപ്പിക നേരത്തെ കടത്തിക്കൊണ്ടുപോയതുപോലെ ഇവിടെ ഭക്ഷ്യധാന്യ സബ്സിഡിക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു 1.5 ലക്ഷത്തോളം കോടി രൂപ എല്ലാ വാർഷിക ബജറ്റിലുമുണ്ട്. ആ പൈസ ഇനി എവിടേക്ക് പോകും? കോർപ്പറേറ്റുകൾക്ക് സബ്സിഡി കൊടുക്കണോ? പൊതുവിതരണ സംഭരണം വേണ്ടെന്ന് വെച്ചാൽ പിന്നെ FCI ഗോഡൗൺ ഉണ്ടോ? സംഭരണം വേണ്ടെന്ന് വെച്ചാൽ FCI ഗോഡൗൺ ഇല്ല. സംഭരണം നടത്തുന്നത് എവിടുന്ന? ഉത്തർപ്രദേശിലെ മണ്ഡികളിൽ നിന്നാണ്. ഇന്ത്യൻ കാർഷിക ജീവിതത്തിൽ മണ്ഡികൾ എന്ന് ഹിന്ദിയിൽ പറയുന്ന ചന്തകൾക്കുള്ള അതിപുലമായ സ്വാധീനമുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ കൗതുകരമായ പഠനങ്ങൾ നടന്നിട്ടുള്ള ഒന്നാണ് ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തിലെ ചന്തകളുടെ പ്രത്യേകത. പാവപ്പെട്ട ആദിവാസി കയ്യിലൊരു കൈതച്ചക്ക വിൽക്കാൻ പോയാൽ വഴിയിൽ കാണുന്ന ഒരാൾക്കും എത്ര വില പറഞ്ഞാലും അത് വിൽക്കില്ല. അത് ചന്തയിലേ വിൽക്കും. വഴിയിൽ 10 റുപ്യ പറഞ്ഞാൽ ചിലപ്പോൾ 2 റുപ്യക്ക് ചന്തയെ കൊണ്ടുപോയി. കാരണം ആ ചന്തയുമായിട്ട് ആ ആദിവാസിയുടെ ജീവിതത്തെ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അവിടുന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്മയെ കണ്ടത്. അവിടുന്നാണ് അദ്ദേഹത്തിൻ്റെ വിവാഹ നിശ്ചയം നടന്നത്. അവിടുന്നാണ് മകളുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നത്. ജീവിതം കണ്ടെത്തുന്നത് ഈ ചന്തകളിലാണ്. അങ്ങനെ ബന്ധിപ്പിച്ച കണ്ണികളായി കിടക്കുന്നതാണ് ഇന്ത്യൻ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചന്തകളുടെ പ്രത്യേകത. അത് കുറച്ചും കൂടി വിപുലമാണ്. നമ്മുടെ ഈ അരി മണ്ടികളിലേക്ക്, ഗോതമ്പ് മണ്ടികളിലേക്ക് വരുമ്പോൾ അവിടുന്നാണ് സംഭരണം നടക്കുന്നത്. അധികോൽപാദനം മുഴുവൻ അവിടെ എത്തുകയാണ്. രാജ്യം അവിടുന്ന് സംഭരിക്കുകയാണ്. താങ്ങുവിലയും തറവിലയുടെയും ആനുകൂല്യം ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് അവിടെയാണ്. ഈ താങ്ങുവില പൂർണ്ണമായതുകൊണ്ടല്ല, പരിമിതമായിട്ടെങ്കിലും പിടിച്ചു നിൽക്കാം എന്നതിൽ നിന്നാണ്. അത് തകർക്കില്ല.